അതായത് 24,000 പോണോ 25,000 പോണോ അല്ലെങ്കിൽ 26,000 പോണോ എന്നുള്ളത് മാർക്കറ്റിന് വഴി തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിന് ഓൾമോസ്റ്റ് നമുക്കറിയാം നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ്, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഗ്യാപ് ഡൗൺ ആണ്. എല്ലാവരും പുട്ടൊക്കെ അടിച്ച് കയറ്റി വെച്ചേക്കാണ്. വലിയ ഓപ്പർച്യൂണിറ്റി തുറക്കാൻ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാം, സ്റ്റോക്കുകളാണ്. സോ ഇത് എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യും, എവിടെയൊക്കെ ഇത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങളും തരണം ചെയ്ത് മാർക്കറ്റ് ഒന്ന് പിടിച്ചു കയറി വന്നപ്പോൾ വീണ്ടും അടുത്ത യുദ്ധം, ഇസ്രായേൽ ഇറാൻ യുദ്ധം, അത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല എന്നുള്ള രീതിയിൽ ഈ യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും 2025 അങ്ങനെ വീണ്ടും 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 സംഭവ ബഹുലമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ട ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിൽ ഇന്ത്യൻ മാർക്കറ്റ് 1% പോലും താഴത്തോട്ട് വരും നമ്മൾ കണ്ടില്ല. എന്നാൽ ഇന്നലെ തന്നെ നമ്മൾ കണ്ടത് 1.5% ഗ്യാപ് ഡൗൺ ആണ്. 200 ഫൈറ്റർ ജെറ്റ്സ് ഒന്നിച്ചു പോയിട്ടാണ് ഇസ്രായേൽ ഇറാൻ അടിച്ചത്. ഇന്നലെ നൈറ്റ് വരുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് രണ്ടാമത്തെ ഒരു അറ്റാക്ക് കൂടി നടന്നിട്ടുണ്ട്. ഇസ്രായേലിനെ തിരിച്ചും ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ മിലിറ്ററി ബേസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനങ്ങളും ബ്ലാസ്റ്റുകളും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 10 മുതൽ 15% വരെ സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ ദിവസം 2022 ശേഷം ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഉയർച്ചയാണ്. അതുമാത്രമല്ല സ്വർണത്തിന്റെ വില കൂടിയിട്ടുണ്ട്. സ്വർണ്ണം ഏകദേശം 2% വില വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു യുദ്ധം പെട്ടെന്ന് ഇസ്രായേലിനൊരു ഇത് വരാനുള്ള റീസൺ എന്താ? പെട്ടെന്നല്ല, ആക്ച്വലി നമ്മളിതിൻ്റെ അകത്ത് രസകരമായിട്ട് കാണേണ്ട ഒരു ഫാക്ടർ ഈ ട്രംപ് ഫാക്ടറാണ്. ഇവിടെയും ട്രംപ് തന്നെയാണ്. അതെ, ഇവിടെയും ട്രംപ് തന്നെയാണ്. ട്രംപ് ആദ്യത്തെ തവണ കയറുമ്പോൾ ഒബാമ ഇരിക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് ഈ യുറേനിയം കേസിൽ അല്ലെങ്കിൽ ഈ ആണവ കരാർ ഉണ്ടായിരുന്നു, പക്ഷേ അത് അത്ര സ്ട്രോങ് അല്ല, ഇത് ഞങ്ങൾ മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ കരാറിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ട്രംപ് അന്നിറങ്ങിപ്പോയത്. എന്നാൽ ഇതേ ട്രംപ് അന്നത്തെ കരാറിനേക്കാൾ മോശമായിട്ടുള്ള കരാർ ഇറാൻ വേണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓൾറെഡി അതിന് ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ 5 ആണവ പോർമുനകൾ ഉണ്ടാക്കാൻ, 5 ആണവ ബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം ഓൾറെഡി ഇറാൻ സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞു എന്നാണ്. എനിക്കറിയാം സിൽബി കെമിസ്ട്രിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ന്യൂക്ലിയർ ബോംബിന് വേണ്ടിയിട്ട് അറിയാൻ പാടില്ലേ? എനിക്കറിയാം സിൽബി കെമിസ്ട്രിയാണ്. അപ്പോൾ ഇറാൻ 5 ബോംബ് ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇനിയും ബോംബ് നിർമ്മാണങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിസൈലുകളുടെ അറ്റത്തുള്ള പോർമുനകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അറ്റാക്കുകളായിരിക്കും ഇറാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ വീഴുന്ന ബോംബുകളുടെ അറ്റത്ത് ഒരു ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇറാന് അതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ വിടില്ലെന്ന് ശക്തമായിട്ട് പറയാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇറാൻ അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തലവേദന ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ പോകുന്നത് ഇസ്രായേലാണ്. അമേരിക്കയ്ക്കും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇനിയൊരു രാജ്യം, ഇനിയും ലോകത്ത് ഒരു രാജ്യവും ഒരു എന്താ പറയുക ഒരു ന്യൂക്ലിയർ രാജ്യമായിട്ട് മാറാനായിട്ട് ലോകം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ ഈ ഒരു സാഹചര്യം, ചുറ്റിൽ നിന്നുള്ള അറ്റാക്ക്, ഇറാൻ്റെ പ്രോക്സികൾ, ഇതിനെത്ര നാൾ ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്നാൽ ഇതൊരു വലിയ യുദ്ധത്തിലോട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 200 യുദ്ധവിമാനങ്ങൾ അറ്റ് എ ടൈം കയറി അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇറാൻ്റെ മിലിറ്ററി ഹെഡ്, സെക്കൻഡ് വൺ, തേർഡ് വൺ, അങ്ങനെ ടോപ്പ് ലെവലായിരിക്കുന്ന 3-4 മിലിറ്ററി ഹെഡുകൾ അറ്റാക്ക് ചെയ്യുന്നു. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന സയൻറ്റിസ്റ്റുമാരെ റൂമിൽ അവർ താമസിക്കുന്ന വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പ്രിസിഷൻ അറ്റാക്കുകളാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന് ഇറാൻ്റെ അകത്ത് വലിയ നെറ്റ്വർക്കുകൾ തന്നെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 എയർക്രാഫ്റ്റൊക്കെ ആകാശത്തോടെ പറന്ന് നടന്ന് ബോംബിട്ടിട്ട് ഒരു രാജ്യം മിണ്ടാതിരിക്കുന്നു മനസ്സിലാക്കാനൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇസ്രായേൽ ഓൾമോസ്റ്റ് പാലസ്തീനായിട്ട് യുദ്ധം ചെയ്ത് അവരുടെ ആണവ കാര്യങ്ങളൊക്കെ കുറച്ച് അല്ല, പാലസ്തീൻ തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. പാലസ്തീൻ എന്ത് അറ്റാക്കാണ് ചെയ്തത്? പാലസ്തീൻ നിന്ന് കൊള്ളുക മാത്രമേ ഉള്ളൂ. അവിടെ ചെറിയ ചെറിയ തോക്കെടുത്ത് വെടിയിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് 2000 കിലോമീറ്ററാണ് ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള ദൂരം. ഇത്രയും ദൂരത്ത് പോയാണ് ഈ അടി നടക്കുന്നത്. അപ്പോൾ ഒരു കരയുദ്ധമല്ല ഇത്, ഈ പറയുന്ന ആകാശത്ത് കൂടിയുള്ള യുദ്ധമാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ ഇറാൻ എന്ത് ചെയ്യും? ഏറ്റവും ചിലവ് കുറവിൽ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാൻ ചവറുപോലെ ഡ്രോണുകൾ വിടും, മിസൈലുകൾ വിടും. അപ്പോൾ ആകാശ യുദ്ധം കൊഴുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? ഇറാൻ
നമ്മൾ വിചാരിക്കുന്ന ഒരു രാജ്യമല്ല. വലിയ പാരമ്പര്യം പേറുന്ന വലിയ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു രാജ്യമാണ്. പേർഷ്യൻ സംസ്കാരം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇറാൻ, അല്ലേ? അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടൊന്നും ഇറാനിൽ നിന്ന് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. എന്നാൽ ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം നിക്ഷേപമുള്ള, പെട്രോളിയം നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന, ഇത്രയും നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇറാനിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്രോളിയത്തിൻ്റെ വില ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് 10 മുതൽ 15% വില വർധനവുണ്ടായത്. ക്രൂഡ് ഓയിലിന്. യെസ്. പിന്നെ ഈ ഇറാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു മുസ്ലിം രാജ്യമാണ്. ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറാനെ രണ്ടും കൈയും ഒഴിവാക്കിയ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഒഴിവാക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. മറ്റ് പല രാജ്യങ്ങളും യുദ്ധത്തിലോട്ട് കടന്നു വരില്ല എന്നെനിക്കറിയാം. പക്ഷേ ഇറാനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയാണ് ഒരു സൈഡിൽ നിൽക്കുന്നതെങ്കിൽ മറു സൈഡിൽ ഇറാനെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നത് റഷ്യയും ചൈനയാണ്. ഉക്രൈൻ റഷ്യ വാറിൽ റഷ്യനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യം ഇറാനാണ്, ഡ്രോണുകൾ കൊടുത്തുമൊക്കെ. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്ത ഒരു രാജ്യത്തെ ഈ സമയത്ത് റഷ്യ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചൈനയിൽ നിന്നും പല മിസൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വാങ്ങിയാണ് ഇറാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതും ചൈന കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സൈഡിൽ അമേരിക്ക ഇസ്രായേലും ആണെങ്കിൽ മറു സൈഡിൽ റഷ്യ, ചൈന, ഇറാനാണ്. അപ്പോൾ കൂടുതൽ ആ ഒരു വേൾഡ് ഓർഡർ അവിടെ ദൃശ്യമായിട്ട് വരികയാണ്. അപ്പുറത്ത് നോർത്ത് കൊറിയ ഉണ്ട് ഇവരുടെ കൂടെ. നോർത്ത് കൊറിയ, ചൈന, റഷ്യ, ഇറാൻ. അപ്പുറത്ത് ഇസ്രായേൽ, അമേരിക്ക, അതുപോലെ തന്നെ ഫ്രാൻസോ UK ഈ സമയത്ത് ചിലപ്പോൾ ഇവരുടെ കൂടെ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയും സാധ്യതകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇത് ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ചൂടുവെപ്പാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സമാധാനപ്രിയനായിട്ട് ഭരണത്തിലോട്ട് കയറിയ ട്രംപ്, ഞാൻ നോബൽ സമ്മാനം നേടുന്ന പ്രസിഡൻ്റാകും, എല്ലാ യുദ്ധങ്ങളും ഞാൻ നിർത്തും എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഭരണത്തിൽ വരുന്നത്. ഇതാണ് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു ഭീകരത പറഞ്ഞു എന്നുള്ളതാണ്. എന്നിരുന്നാലും അതിലേക്കൊന്നും പോവാതിരിക്കട്ടെ. ഇത് സ്റ്റോക്ക് മാർക്കറ്റിന് ഓൾമോസ്റ്റ് നമുക്കറിയാം നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. തിങ്കളാഴ്ച എല്ലാവരും ഒരു ഗ്യാപ് ഡൗൺ, ഒരു ബെയറിഷ്നെസ്സിനോട് കൂടി, കാരണം എനിക്ക് തോന്നുന്നു പാകിസ്ഥാനേക്കാളും കൂടുതൽ ആൾക്കാർ അതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പേർക്ക് പുട്ട് ഹോൾഡ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എങ്ങനെയായിരിക്കും ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ താങ്ങും എന്നുള്ളതാണ് ഞാൻ. ഈ ഇമ്പാക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യ ആരുടെ കൂടെ ആയിരിക്കും? അമേരിക്ക. നമ്മൾ ആരുടെ കൂടെ നിൽക്കില്ലാത്തൊരു സ്റ്റാൻഡായിരിക്കും ഇതിൻ്റെ അകത്ത് എടുക്കുക. പക്ഷേ സൈലൻ്റ്ലി നമ്മൾ ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡായിരിക്കും ഈ കേസിൽ എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്കൊരു ഡൗട്ടുമില്ല. കാരണം ഈ യുദ്ധത്തിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ പോലും നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചു, നമ്മളെ സപ്പോർട്ട് ചെയ്ത് രാജ്യമായിട്ട് നിന്നത് ഇസ്രായേലാണല്ലോ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് എന്തായാലും ഇസ്രായേലിന് കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പെട്രോളിൻ്റെ വില കൂടും. ഇത് ഗ്ലോബൽ ഇൻഫ്ലേഷനെ കൂട്ടും. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കൂടും, ഗ്ലോബൽ ഇൻഫ്ലേഷൻ കൂടും, കമ്മോഡിറ്റീസിൻ്റെ വില കൂടും. എന്തിന്? ഇനി ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് പോകുന്ന എയർക്രാഫ്റ്റുകൾ, ഫ്ലൈറ്റുകൾ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. ഈ ഫ്ലൈറ്റുകൾക്ക് വഴി മാറിപ്പോകേണ്ടി വരും, കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് പറ്റും? കൂടുതൽ ഇന്ധനം കത്തിക്കേണ്ടതായിട്ട് വരും. ഓൾറെഡി പെട്രോളിൻ്റെ വില കൂടി നിൽക്കുകയാണ്, കൂടും. ഈ പറയുന്ന എയർക്രാഫ്റ്റുകൾക്കുള്ള ഫ്യൂവലിൻ്റെയും വില കൂടും, നമ്മുടെ നോർമൽ പെട്രോളിൻ്റെയും വില കൂടും. അപ്പോൾ എയർക്രാഫ്റ്റ് കൂടുതൽ ദൂരം പോകണം, വിലയും കൂടും, എങ്കിൽ വിമാനയാത്രയുടെ ചിലവ് കൂടും. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ബിസിനസ് മേഖലകളിലും ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഡയറക്റ്റ് ഇമ്പാക്റ്റുകളൊന്നും ഇല്ലെങ്കിലും, പക്ഷേ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വേണ്ടി ഫൈൻഡ് ചെയ്യാം. കാരണം ഇന്ത്യ ഡയറക്റ്റ് യുദ്ധത്തിലില്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ സ്റ്റോക്കുകളുടെ എല്ലാത്തിൻ്റെയും വില താഴ്ത്തോട്ട് പോകും. സോ ഇത് മാറുമ്പോൾ നമ്മുടെ മാർക്കറ്റുകൾ ശക്തമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഫാള് കിട്ടുകയാണെങ്കിൽ അതൊരു പുൾ ബാക്ക് ആയിട്ട് പരിഗണിച്ച് കൂടുതൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്യും. ഓപ്പർച്യൂണിറ്റി കുറേ ആയി. ട്രംപിന്റെ താരിഫ് ഓപ്പർച്യൂണിറ്റി, ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പർച്യൂണിറ്റി. അല്ല, നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും നിയർ ടു ഓൾ ടൈം ഹൈ തന്നെയല്ലേ, 25,000 അടുത്ത് തന്നെയാണ്. അവിടേക്ക് വരുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് താഴെ പോകണം, അപ്പോഴും നമ്മൾ ഓപ്പർച്യൂണിറ്റി, അതായത് 24,000 പോകണോ, 25,000 പോകണോ, അല്ലെങ്കിൽ 26,000 പോകണോ എന്നുള്ളത് മാർക്കറ്റിന് വഴി തെറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസുകൾ വരുന്നു, താഴെ പോകുന്നു, തിരിച്ചു കയറുന്നു,
അടുത്ത നെഗറ്റീവ് ന്യൂസ് വരുന്നു, താഴെ പോകുന്നു, ഇങ്ങനെ പലതും നമ്മൾ പക്ഷേ ഇതൊരു മീൻസ് ഒരു മീറ്റിങ്ങോട് കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒക്കെ ഇടപെട്ട് ഈ ഒരു യുദ്ധത്തിനൊന്ന് തണുപ്പിക്കാനുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഈ തണുപ്പിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി ഹെഡിനെ പാകിസ്ഥാൻ വന്ന് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. നമ്മുടെ ഉപദേശകൻ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു സീനിയർ, ഇപ്പോൾ അജിത് ഡോവലാന്ന് വിചാരിക്കുക, അജിത് ഡോവലിനെ പോലുള്ള ഒരു സീനിയർ മിലിറ്ററി ഉപദേശകൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മന്ത്രിയായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ജയശങ്കറെ പോലുള്ള ഒരാളെ പ്രിസിഷൻ അറ്റാക്കോടുകൂടി പാകിസ്ഥാൻ കൊല്ലുന്നു. നമ്മുടെ വ്യോമസേനയുടെ ഹെഡിനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. ഇതെല്ലാം ഒന്നിച്ച് ഒരു ദിവസം നടക്കുന്നു. കൂടാതെ നമ്മുടെ വലിയൊരു 4-5 സയൻറ്റിസ്റ്റിനെ പാകിസ്ഥാൻ വന്ന് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. എന്തായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം? നമ്മൾ സമാധാന ചർച്ചയ്ക്ക് പോകും, ഇത് ഒരു റൗണ്ടല്ല. 4-5 മാസം മുമ്പ് ഇസ്രായേൽ ഇതുപോലെ തന്നെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാനിൽ. അന്നും ഇറാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ കണ്ടില്ല. ഇത് 2ാമത്തെ തവണയാണ്. മാത്രമല്ല, നിങ്ങൾ 200 എയർക്രാഫ്റ്റ് ഇറാൻ്റെ മുകളിലൂടെ തലങ്ങും വിലങ്ങും പറന്ന് നടന്ന് അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തത്. അതായത് ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തിനേറ്റ് ഇത്രയും വലിയൊരു ക്ഷയം ഇത് തിരിച്ചടിക്കില്ല എന്ന് വിശ്വസിക്കാനോ. ഇറാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലേക്ക് പോകുന്നത്? ഇറാൻ ന്യൂക്ലിയർ പവറാണ്. ഇപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ചെയ്ത്? അവർക്ക് ഒരു ന്യൂക്ലിയർ പവർ ആണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പല ത്രെട്ടുകൾ പറയും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വർഷങ്ങളായിട്ട് അമേരിക്കയിൽ നിന്ന് ഒത്തിരി പ്രോബ്ലംസ് നേരിടുന്ന രാജ്യമാണ്. അവർക്ക് സാങ്ഷൻസ് ഉണ്ട്, അവർക്ക് ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്, രാജ്യം വളരുന്നില്ല. 1979 ശേഷം ഷിയയുടെ ഭരണം അവസാനിച്ചതിന് ശേഷം അത്രയും നാൾ ഇസ്രായേലും ഇറാനും വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു. എന്നാൽ അവിടെ ഒരു മുസ്ലിം ഭരണാധികാരി ഭരണം പിടിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം അട്ടിമറി അവിടെ നടക്കുന്നതോടുകൂടി ഇസ്രായേലാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ഇപ്പോൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന അവരുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ അറ്റാക്കിൽ മരിച്ച മിലിറ്ററി ഹെഡ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഇങ്ങനെ എഴുതി വെക്കണം എന്നാണ് പറഞ്ഞത്. എന്ത്? അവസാന ജൂതനെയും ഈ പറയുന്ന അറബി മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് ഞാൻ എന്ന് എഴുതി വെക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന അത് മതപരമായിട്ടുള്ള റീസൺസ് ആണ്. അതായത് ഷിയ സുന്നി ഇഷ്യൂ കൂടാതെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതന്മാരെ അവിടെ നിന്ന് ഓടിക്കണമെന്ന് മനസ്സിൽ നിൽക്കുന്ന ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രോബ്ലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കണം എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി ഹെഡാണ് ഇറാനുള്ളത്. അപ്പോൾ ഇറാൻ്റെ ആവശ്യം എന്താണ്? സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു ക്ഷേമവും കിട്ടിയില്ലെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ അവിടെ നിന്ന് ഓടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. ലോകത്ത് ഒരു സ്ഥലത്തും സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ കൂടെ നിൽക്കുമെന്ന് ഞാൻ ഡയറക്റ്റ്ലി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജനത ഒരുപക്ഷെ ഇറാൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഇറാൻ്റെ ജനതയ്ക്ക് ഇങ്ങനൊരു യുദ്ധം വേണ്ട, യുവാക്കൾക്ക് വേണ്ട. ഒരു മാസം മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, സൗദി അറേബ്യയുടെ കിങ് ആയിട്ടുള്ള സൽമാൻ രാജാവ് ഇറാനിലോട്ടൊരു വിസിറ്റ് നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇറാന് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പറഞ്ഞ ന്യൂക്ലിയർ മൂവ്മെൻറ്റിൽ നിന്ന് പിന്മാറണം, അമേരിക്കയായിട്ട് കരാർ ഒപ്പിടണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ ഒഴിവാക്കും, നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൂഡ് ഓയിൽ വിൽക്കാൻ പറ്റും, ഇങ്ങനെയുള്ള പല ഓഫറുകളും ഡയറക്റ്റ്ലി വെച്ചിട്ട് പോലും ഇറാൻ വഴങ്ങുന്നുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇറാൻ ചോദിച്ചു വാങ്ങിയതാണ്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് ഇസ്രായേൽ എത്ര നാളിങ്ങനെ എല്ലാ രാജ്യങ്ങളോടും നടത്തും എന്നുള്ളതും എനിക്കറിയില്ല. എനിവേസ് നമുക്കതിനെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ അകത്തേക്കൊന്നും പോകാൻ മനസ്സിലാക്കി വയ്ക്കുക. എല്ലാവരും എന്താണ് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണ മനുഷ്യർക്കോ അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള സാധാരണ മനുഷ്യർക്കോ ഇറാനിലുള്ള സാധാരണ മനുഷ്യർക്കോ ഒന്നും യുദ്ധക്കൊതിയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നടക്കുന്ന നേതാക്കന്മാരുടെ മനസ്സിൽ മാത്രമൊക്കെ വരുന്ന ചില പ്രോബ്ലംസാണ് ഇത്തരത്തിലുള്ള യുദ്ധത്തിലോട്ട് പോകുന്നത് എന്നാണ്. അപ്പോൾ ഇതൊന്നും ഇത് കറൻ്റ്ലി അടിക്കുക മാത്രമല്ല ഇസ്രായേൽ ചെയ്തത്, ഇത് ഇന്ത്യ ചെയ്ത പോലെ ഹിറ്റ് ആൻഡ് ബാക്ക് എന്നുള്ളൊരു കൺസെപ്റ്റേ അല്ല, ഞങ്ങൾ ഇനിയും അറ്റാക്ക് ചെയ്യുമെന്ന് ഇസ്രായേൽ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഒരു അറ്റാക്കോട് കൂടി ഇനിയും ഇറാന് ഇങ്ങനൊരു തോന്നൽ പോലും ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ സംസാരിക്കുന്നത്. മാത്രമല്ല ഇവിടെ അമേരിക്കയുടെ സ്റ്റാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അറ്റാക്കിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് അമേരിക്ക പറയായിരുന്നു. മാത്രമല്ല ഈ അറ്റാക്കിന് തൊട്ട് മുൻപ് തന്നെ ഇറാഖിലുള്ള അമേരിക്കൻ പൗരന്മാരോട് പോലും തിരിച്ച് അമേരിക്കയിലെത്താൻ അമേരിക്ക വാണിംഗ് കൊടുത്തിരുന്നു. അതായത്
അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഇസ്രായേൽ അടിക്കാൻ പോവുകയാണ്. മാത്രമല്ല ഇറാനോട് പറയുന്ന മറ്റൊരു വാണിംഗ് കൂടിയുണ്ട്. ഇസ്രായേൽ അടിക്കും നിങ്ങളെ, നിങ്ങൾ വേഗം കരാറ് ഒപ്പിട്ടോ, നിങ്ങൾ ഡീലായിക്കോ, അല്ലെങ്കിൽ ഇസ്രായേൽ അടിക്കും, ഞങ്ങൾ പറഞ്ഞാൽ പോലും അവർ കേൾക്കില്ല, അവരടിക്കും, നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരുന്നോ, നിങ്ങൾ വേഗം കരാർ ഒപ്പിട്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കൽസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ അടിച്ചു. ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? അവരടിച്ചു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടല്ല, ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, പക്ഷേ നിങ്ങൾ തിരിച്ചടിച്ചാൽ ഞങ്ങളും അവരുടെ കൂടെ കൂടി നിങ്ങളടിക്കും. ഈ ഒരു സ്റ്റാൻഡൊക്കെ എങ്ങനെ എടുക്കാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല. എനിക്ക് ഈ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മറ്റേ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ എന്നുള്ള രീതിയിൽ, ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന ട്രേഡർ എന്നുള്ള രീതിയിൽ നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കറൻ്റ്ലി ഫീൽ ചെയ്യും. പക്ഷേ ഈ യുദ്ധം നീണ്ടുപോയാൽ, ഇത് ഏഷ്യയിലാണ്, ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലോട്ട് ചിലപ്പോൾ ലോകത്തിനെ കൊണ്ടുപോയി ഇട്ടേക്കാം എന്നുള്ളൊരു പേടി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇത് എവിടം വരെ പോകും എന്നൊന്നും അറിയില്ല. എനിവേസ് ഇത് എത്രയും പെട്ടെന്ന് സോൾവ് ആവട്ടെ, ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഇത് സോൾവ് ആകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വേറെ ഒന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, എവിടേക്ക് ഇത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്ന് അറിയാൻ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ വന്നിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ 1.5% ഒരു വലിയ ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇത് തന്നെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഈ ഇഷ്യൂവിൻ്റെ വലിപ്പം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇത്രയും വലിയൊരു ജമ്പ്, 13% ജമ്പ്. ഗോൾഡിൻ്റെ പ്രൈസ് 1.5% വർധനവുണ്ടായി. ഡോളറിൻ്റെ പ്രൈസ് കൂടി. ഗ്ലോബൽ മാർക്കറ്റിൽ ഡൗ ജോൺസ് ഇന്നലെ 1.8% വീണു. S&P 500 1.3%, നാസ്ഡാക്ക് 1%. യൂറോപ്യൻ വിപണികളെല്ലാം ആവറേജ് 1% വീണു. ഇന്ത്യൻ വിപണിയും അതുപോലെ തന്നെയാണ് വീണത്. മാത്രമല്ല വിമാന കമ്പനികൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. ഈ പറയുന്ന BPCL, HPCL, IOC ഉൾപ്പെടെയുള്ള ക്രൂഡ് ഓയിൽ സമ്പുഷ്ടീകരണ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെട്രോകെമിക്കൽ കമ്പനികളുടെ പ്രൈസ് അവർക്ക് കൂടുതൽ പൈസയ്ക്ക് വേണമല്ലോ റോ മെറ്റീരിയൽ എടുക്കാനായിട്ട്. അപ്പോൾ അവർക്ക് നഷ്ടങ്ങളുണ്ടാകും. ടയർ, ലൂബ്രിക്കൻ, ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളുടെ പ്രൈസ് താഴത്തോട്ട് പോകും. FISൻ്റെ വലിയ ഔട്ട്ഫ്ലോ ഉണ്ടാകും. കാരണം എന്താ, ഒരു അൺസെക്യൂർ ആയിട്ടുള്ളൊരു സമയത്ത് ആരും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ FISൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാകും. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷൻ കൂടും. അപ്പോൾ അടുത്ത തവണ RBI ഒരു പക്ഷേ എന്ത് ചെയ്യില്ല, റേറ്റ് കട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ, RBIയുടെ റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത തവണ. പക്ഷേ അത് ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തുറക്കാൻ പോകുന്നത് എവിടേക്കാണെന്നറിയോ, ഡിഫൻസ് സ്റ്റോക്കുകളിലോട്ടാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിൽ നമ്മൾ കണ്ടതാണ് ഡിഫൻസ് സ്റ്റോക്ക് എത്ര കയറി എന്നുള്ളത്. ഈ ഇഷ്യൂ കൊച്ചിൻ ഷിപ്പേഡിൽ മാത്രമല്ല, SHL ഉൾപ്പെടെയുള്ള ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഈ ഒരു ഇഷ്യൂ അടുത്ത റൗണ്ടിൽ ഏതെങ്കിലും ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ നീണ്ടു പോവുകയാണെങ്കിൽ ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതും മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ബിൽഡ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പോകുന്നതുമായിട്ടുള്ള അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ. ഡയറക്റ്റ് വാറിലില്ലെങ്കിലും ഇസ്രായേലിന് പല കാര്യങ്ങളും കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പല ഡിഫൻസ് സ്റ്റോക്കുകളും കുതിച്ചുയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഓവറോൾ സെനാരിയോയിൽ നമുക്ക് ഈ ഒരു ഡിപ്പ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫൈൻഡ് ചെയ്യാമെങ്കിലും ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്ര ഇസ്രായേൽ ചെയ്ത് വെച്ച സ്ഥിതിക്ക് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വലിയ യുദ്ധമായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ഹൈക്ക് കണ്ട് തന്നെ തുടങ്ങിയല്ലേ. ഒരു ചിലപ്പോൾ ഈ മാസങ്ങളോളം ഒന്നും നീണ്ടു നിൽക്കുന്ന യുദ്ധമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഉള്ളത് ഭയങ്കര വലിയ അറ്റാക്കുകളാകാനുള്ള സാധ്യതകളുണ്ട്. വലിയ വാർഹെഡുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. വലിയ ക്രൂസ് മിസൈൽസ് ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടേ എല്ലാവരും ശ്രമിക്കൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇറാനെ അടിച്ചിരുത്തേണ്ടത് ഈ പറഞ്ഞ വൻ ശക്തികൾക്കിടെ എല്ലാവരുടെയും ആവശ്യം കൂടിയാണ്. ഇതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഗ്യാപ് ഡൗൺ ആണ്. എല്ലാവരും പുട്ടൊക്കെ അടിച്ച് കയറ്റി വെച്ചേക്കാണ്. പക്ഷേ ഞായറാഴ്ച യുദ്ധം നിർത്താനുള്ള ഓർഡർ വരുമേ, അല്ല വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തിങ്കളാഴ്ച മാർക്കറ്റിൽ ആ ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാതെ പ്രീമിയം അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം. കാരണം ഈ യുദ്ധം മാർക്കറ്റിന് ഒട്ടും നല്ലതല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ പാക് പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് എക്സ്പെക്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അവരെന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ 2 ന്യൂക്ലിയർ രാജ്യങ്ങളാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ന്യൂക്ലിയർ രാജ്യങ്ങൾ ആണെന്നുള്ളൊരു ഇമ്പോർട്ടൻസ് മാത്രമേ ലോകം അതിന് കൊടുത്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇന്ത്യയോ പാകിസ്ഥാനോ ലോകത്തിലോട്ട് വലിയ എക്സ്പോർട്ടോ വലിയ ഇമ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ഇറാനെ പോലെ അല്ലെങ്കിൽ
അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പോർട്ടിങ് രാജ്യമല്ല രണ്ട് രാജ്യവും. ഇതുകൊണ്ടാണ് ഗ്ലോബൽ മാർക്കറ്റുകളെ നമ്മളന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വാർ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതങ്ങനെ ആയിരിക്കില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ, വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു പോഡ്കാസ്റ്റ് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.